1-2 മാസമോടെ കഴിഞ്ഞ് ഞാൻ ഷെഡിൽ കയറും. എനിക്കിനി ദൂരെ യാത്രയ്ക്കൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടൻ നമുക്ക് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോയിട്ട് ഗോവിന്ദേട്ടൻ നമുക്ക് എറണാകുളത്ത് ഒന്ന് പോയിട്ട് വരാം, അച്ഛനൊരു വർക്കും ഉണ്ട്, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനും ഗോവിന്ദേട്ടനും അച്ഛനും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരത്ത് ഒരുത്തൻ്റെ സങ്കടമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ഇട്ടപ്പോഴേ അവന് സംഭവം മനസ്സിലായി ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛനെയും അമ്മേനെയും കിരണിനെയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എറണാകുളം ജസ്റ്റ് ഒന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന്. അച്ഛനൊരു വർക്കുണ്ട്, അത് നമുക്ക് തീർക്കണം. അച്ഛൻ്റെ വർക്ക് ആലുവയിലായിരുന്നു. അപ്പോൾ നമ്മൾ അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ കിടന്നു. അച്ഛനൊരു 10-20 മിനിറ്റത്തെ കാര്യമുള്ളതെന്ന് പറഞ്ഞു. നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയൊക്കെ ആയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയായിരുന്നു. നമ്മളപ്പം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് കയറിയത്. ഫുഡ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളി കൊണ്ട് ഞാൻ കഴിച്ചു. നേരെ നമ്മൾ ബ്രോഡ്വേയിലോട്ടാണ് പോയത്. ഞാൻ ഇതുവരെ അങ്ങനെ ബ്രോഡ്വേ പോയിട്ടില്ല. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചു. എന്തെങ്കിലും മേടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ മേടിക്കണമെന്നല്ലേ പറയത്തുള്ളൂ. ജസ്റ്റ് നൈറ്റ് ഡ്രസ്സ് മാത്രം കുറച്ച് മേടിച്ചു. പിന്നെ അമ്മയ്ക്കും അച്ഛനോ ഏതാണ്ടൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവർ ഇവിടെ കടയിലോട്ടായ ഷോപ്പിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച്, ചായക്ക് ഭയങ്കര മധുരമായിരുന്നു. അപ്പോൾ പകുതി ഞാൻ ഗോവിന്ദനും എടുത്തു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഗോവിന്ദേട്ടനൊരു ഫോൺ കവർ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാനൊരു ഫോൺ കവർ മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. നമ്മളെന്തായാലും നേരെ വീട്ടിലോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം എനിക്ക് വയ്യ, മടുത്ത്. അപ്പോൾ എന്തായാലും നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ തിരിച്ച് നമ്മൾ 7:30 ആയപ്പോഴത്തേനും വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് അവൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കൂടുതൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് പോയത്. അതെന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. അപ്പം രണ്ടുപേരും ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു. ഞാനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചു. പക്ഷേ എനിക്ക് ക്ഷീണമെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനാണ് അവരെല്ലാം പൊക്കിക്കൊണ്ട് പോയത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ.